എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വിഷുക്കട്ടയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഈ ഭാഗത്തായിട്ട് കാലത്ത് വിഷുവിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് വിഷുക്കട്ടയാണ്. വിഷുക്കട്ട മാങ്ങാപ്പുളിശ്ശേരി അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ശർക്കര നീര് എന്താണെങ്കിലും കഴിക്കാം. ഇത് നമ്മൾ സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു 2 ടിപ്പ് ഞാൻ പറയാനുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വിഷുക്കട്ട നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് പ്രധാനമായിട്ട് നമ്മുടെ ഉണക്കല്ലരിയാണ്. ഉണക്കല്ലരി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചരിയായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവിന് എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് ഉണക്കല്ലരിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1/4 കിലോനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നന്നായി കഴുകി നമുക്കത് കുതിരാനായിട്ട് വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമുക്കത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് ഇതേ 3 മുറി തേങ്ങ, 1.5 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഈ തേങ്ങ നന്നായി പാൽ പിഴിയണം. പിന്നെ കുറച്ച് നമുക്ക് ചിരകിയതും മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായി ചിരകി എടുത്തിട്ട് നമുക്കിത് പാൽ പിഴിയാനായിട്ട് നോക്കാം. അപ്പോൾ ആ തേങ്ങ മുഴുവനും ചിരകി എടുത്തിട്ട് ഇതിൻ്റെ 1/4 ഭാഗത്തോളം ആ തേങ്ങയുടെ 1/4 ഭാഗത്തോളം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യത്തെ പാൽ, ഒന്നാമത്തെ പാൽ മാറ്റി വയ്ക്കണം. അരി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി അത് അരച്ച് കൊടുന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കും. ഒന്നാമത്തെ പാലിട്ട് അപ്പോൾ നല്ല കട്ടിയുള്ള പാലായിരിക്കും. ഏകദേശം ഒരു തേങ്ങയോളം ഞാനിപ്പോൾ ഇത് ഇതിലിട്ടിട്ടുണ്ട്. അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് ഇത്രത്തോളം പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ തേങ്ങ തന്നെ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇടുക. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലേക്ക് കേട്ടോ. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് അത് ഒഴിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് 2 സെക്ഷനായിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. ഈ മിക്സിയിൽ ഏകദേശം 2 ഗ്ലാസ് വെള്ളം കൊള്ളും. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ പിഴിയണം കേട്ടോ. എന്നിട്ട് ആ പാൽ ഒഴിക്കേണ്ടത്, രണ്ടാമത്തെ പാൽ ഒഴിക്കേണ്ടത് നമ്മൾ ഏകദേശം നല്ല അടിക്കാനുള്ള ഒരു പാത്രം എടുക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും, അടി കരിയും. അടിക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ടാമത്തെ പാൽ ഒഴിക്കുക. ബാക്കിയുള്ള തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അരിച്ചൊഴിക്കുക കേട്ടോ. ഏകദേശം നമുക്ക് 4 ഗ്ലാസ് ആ അരി എടുത്തിട്ടുള്ള ഗ്ലാസ്സില്ല, അതുകൊണ്ട് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതേ 3 ഗ്ലാസ് പാലായിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ 1 ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് 1 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി അത് അടിച്ചെടുത്ത് ഇതിലേക്ക് അരിച്ചൊഴിക്കുക. അപ്പോൾ മൊത്തം 4 ഗ്ലാസ് വെള്ളത്തോണ്ടുള്ള പാലായിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പീര കളയണ്ട. തേങ്ങാപ്പീരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക. അരി വേവാൻ കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാനായിട്ട് അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇത്ര പാൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ ബൗളെടുത്തിട്ട് ആദ്യത്തെ പാലിൽ തെൻപാലിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 5 സ്പൂൺ, 4-5 സ്പൂൺ ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇത് അവസാനം വിഷുക്കട്ട ആയതിന് ശേഷം ഇലയിൽ നിരത്തിയതിന് ശേഷം മേലെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ റെഡിയാക്കാനുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ടിപ്പ്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിഷുക്കട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 5 സ്പൂൺ ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷുക്കട്ട ടേസ്റ്റ് കൂടാനായിട്ടുള്ള 2 ടിപ്പാണിത്. അപ്പോൾ ഈ കുറച്ച് പാല്, ഒരു 5 സ്പൂൺ തെൻപാലും മാറ്റി വയ്ക്കണം. പിന്നെ കുറച്ച് തേങ്ങ 2 കൈപ്പിടി തേങ്ങയും മാറ്റി വയ്ക്കണം കേട്ടോ. അത് മറക്കരുത്. അപ്പോൾ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ആദ്യം കുറച്ച് തേങ്ങ ഇതുപോലെ മാറ്റി വെച്ചാൽ മതി. 2 കൈപ്പിടി തേങ്ങ മാറ്റി വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാല് നമുക്ക് സ്റ്റൗമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വെച്ച് കൊടുത്ത് തീ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊരു 2-3 മിനിറ്റിനുള്ളിൽ പാല് തിളച്ച് കിട്ടാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളത് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് കഴിഞ്ഞാൽ വിഷുക്കട്ടയുടെ ടേസ്റ്റ് വ്യത്യാസമാവും. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള അരിയില്ലേ, ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായി കുതിർത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് കൈവിടാതെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, തീ കുറച്ച് വെക്കണം. നന്നായി സിമ്മിലിട്ടിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി അത് വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആവും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ 2 കൈപ്പിടി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് കേട്ടോ ഈ അരി. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഉപ്പ് കൂടാനായിട്ട് പാടില്ല. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വിഷുക്കട്ട ഒന്നിനും കൊള്ളില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് മണത്തിന് കുറച്ച് നല്ല ജീരകം, പിന്നെ 3 ഏലക്കായ അത് നന്നായി പൊടിച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടില്ലേ, 1-ാം പാല്, അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി അത് നന്നായി വെന്ത് കിട്ടും. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളത് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം കേട്ടോ അത് മുഴുവനായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്.
ഒരു 4-5 മിനിറ്റ് ഇളക്കി വരുമ്പോഴേക്കും നന്നായി ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും അത് നന്നായി കട്ടയുണ്ടാവും. കട്ടയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന രീതിയിൽ ഉണ്ട പിടിച്ച് വരുന്ന രീതിയിലാവും. അവ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം ഇതുപോലെ ആവും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷ്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിനാട്ടി മുന്നേ തന്നെ നമ്മൾ ഇതൊരു വാഴയുടെ ഇലയിൽ നിരത്തി കൊടുക്കണം. വാഴയിലയിൽ പരത്തി കൊടുത്താൽ നല്ലൊരു മണമാണ്, പ്രത്യേക ഒരു മണമാണ്. ഇല കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ പരത്തി കൊടുക്കാം. ചൂടാറിനാട്ടി മുന്നേ തന്നെ ഇത് നമ്മൾ പരത്തി കൊടുക്കണം. ഈ ഇലയിലിട്ട് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞാലായിട്ട് നമുക്കിത് പരത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് എല്ലാം അതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായി ഇങ്ങനത്തെ ഏകദേശം പരന്നിട്ടുള്ള ഒരു ചട്ടകം ഉണ്ടെങ്കിൽ അത് വേഗം പരത്തിയെടുക്കാവുന്നതുള്ളൂ. പരത്തിയെടുത്തതിൻ്റെ ശേഷം ഇത് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട്, അതാണ് സ്പെഷ്യലായിട്ടുള്ള ഒരു ടിപ്പ്. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഞാനും ചെയ്യണ ഒരു സീക്രട്ട് ടിപ്പാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് നന്നായി പരത്തിയതിന് ശേഷം നമ്മൾ തെൻപാൽ ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, ഒരു 4-5 സ്പൂൺ തെൻപാൽ, ആദ്യത്തെ പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, ആ പാൽ ചൂട് പോണാട്ടി മുന്നേ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഒന്നുകൂടിയും പരത്തി കൊടുക്കണം. കണ്ടില്ലേ, ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കട്ടയാവും. നമ്മളത് ലൂസാവുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. നമ്മുടെ ബിസ്ക്കറ്റ് പെട്ടെന്ന് തണുത്തിട്ട് നല്ല കട്ടയാവും. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ പാൽ ഒഴിച്ചിട്ട് ഒരു 4-5 സ്പൂൺ മാത്രം മതി, കൂടാനായിട്ട് പാടില്ല. അത് ഒഴിച്ചിട്ട് നന്നായി ഒന്നും കൂടി നമ്മുടെ ആ ചട്ടകം കൊണ്ട് നന്നായി ഒന്നും കൂടി പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം, അല്ലെങ്കിൽ 1.5 to 2 മണിക്കൂറിനുള്ളിൽ നമുക്കത് മുറിച്ച് ചെറിയ പീസുകളാക്കി എടുക്കാവുന്നുള്ളൂ. ഇപ്പം ഞാനൊരു 1.5 മണിക്കൂറിന് ശേഷം അത് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈമേൽ ഒന്നും പിടിക്കണില്ല കേട്ടോ. കണ്ടില്ലേ, കൈമേൽ പിടിക്കണില്ല. അപ്പം നമുക്കത് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുക. ഇതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കണത് ഒന്നെങ്കിൽ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി, പഴുത്ത മാങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി, അല്ലെങ്കിൽ ചിക്കൻ കറി. ചിലർ ചിക്കൻ കറി കൂട്ടി കഴിക്കാറുണ്ട്, ചിലർ ശർക്കര നീര് കൂട്ടി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ മട്ടൻ കറി. എല്ലാം ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇവിടെ കഴിക്കാറുള്ളത് സാധാരണ മാങ്ങാപ്പുളിശ്ശേരിയാണ് കേട്ടോ. അത് മുറിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാവുന്നുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം മുറിക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ ഫ്ലോപ്പ് ഔട്ടാണ്. അതിലേക്ക് കൂട്ടാനുള്ള കറിയുണ്ട് നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരി. ഇത് ഏകദേശം ഒരു 4-5 മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായി ചെറുതാക്കി തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. വെള്ളരിക്ക താല്പര്യമില്ലാത്തവർ ഇടണ്ട. പിന്നെ 2 പച്ചമുളകും കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വയ്ക്കുക. എന്നിട്ട് അത് അടച്ചിട്ട് ഒരു ഫിസിൽ വന്നോട്ടെ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷം നമ്മൾ അതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു 1/4 സ്പൂണോളം പിന്നെ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എരിവ് അധികം കൂടേണ്ട, കുറച്ച് കുരുമുളകും കൂടി ഇതിൽ അരയ്ക്കാനുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ മധുരത്തിന് കുറച്ച് ശർക്കരയും കൂടി ചേർക്കുക. മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു അരാച്ചി ചേർക്കുക. ഇത് ഞാനൊരു കുഞ്ഞു കഷ്ണം ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് അത് എല്ലാതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി വേവിക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അരമുറി തേങ്ങയുണ്ട്, അതിലേക്ക് കുറച്ച് ജീരകം ഇടുക. ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തൊരു ഇടണ്ട, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്രത്തോളം കുരുമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തൈരില്ലേ, നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരായിരിക്കണം, എന്നെങ്കിലാണ് ടേസ്റ്റ്. നാടൻ തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ആ തൈര് 2 സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. വെള്ളം പോരാച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. തേങ്ങ അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക. വെള്ളരിക്കും മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പുളിയുള്ള തൈര്, ഏകദേശം ഇത്രത്തോളം തൈര് ഒഴിക്കുക. നല്ല പുളി വേണം കേട്ടോ, എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ഒന്ന് തള വരുമ്പോഴേക്കും, പിരിയരുത്, ഒന്ന് തള വരുമ്പോഴേക്കും നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അരച്ചപ്പ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് കലക്കിയെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. അധികം തിളയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കറി ആകെ പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. നമ്മൾ സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവർക്ക് മാത്രമാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ തള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ, ഒരു 2-3 മണി ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ബിസ്ക്കറ്റയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഇത് നമ്മുടെ തൃശ്ശൂർക്കാർ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് അറിയാണ്ട് പോകരുത് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വിഷുവിന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയും പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുക.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.